വന്നു, തളിപ്പറമ്പിൽ നിന്ന് വന്നു. അതായത് പള്ളിയുടെയോ അല്ലെങ്കിൽ യത്തീംഖാനയുടെ പേരിലുള്ള സ്വത്തുക്കൾ, വഖഫ് സ്വത്തുക്കൾ, ബിൽഡിങ്ങുകൾ, അത് കേവലം 2000 രൂപ 3000 രൂപക്ക് ഇവര് വാടക കൊടുക്കും. അവസാനം മേൽ വാടകക്ക് 30,000 40,000 ഇവര് മറിച്ച് കൊടുക്കുകയാണ്. ഇത്തരത്തിൽ വലിയ ഒരു വഞ്ചനയും ചതിയും നടക്കുന്നുണ്ട്. 2008 DS അച്യുതാനന്ദൻ ഗവൺമെന്റ് ജസ്റ്റിസ് നിസാറിനെ ഒരു കമ്മീഷനെ വെച്ചത് തന്നെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വഖഫ് അന്യായപ്പെടും, വഖഫ് സ്വത്തുക്കൾ അന്യായപ്പെടുന്നു അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ മനസ്സിലായി, നമ്മുടെ കണ്ണിൽ വെച്ച് തന്നെ അന്യായപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വഖഫിന്റെ എതിരെ എന്ന് പറയുന്നവരെക്കാൾ ശത്രുക്കളായി മാറിയിരിക്കുന്നത് വഖഫിന്റെ വക്താക്കളാണ്. ആ വിഷയത്തിലും തന്നെ സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെടും ഒരു സമഗ്രമായ അന്വേഷണം നടത്താൻ വേണ്ടി ജുഡീഷ്യൽ കമ്മീഷനോ അല്ലെങ്കിൽ പഠന റിപ്പോർട്ടോ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെടും.